സെഫാനിയ ആമുഖം. ജോസിയായുടെ മതനവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് അല്പം മുൻപ് ഷിത്യരുടെ ആക്രമണകാലത്തായിരിക്കണം സെഫാനിയ പ്രവർത്തനമാരംഭിച്ചത്. BC 630-625 അസീറിയൻ സ്വാധീനത്തിൽപ്പെട്ട് ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്തതും മ്ലേച്ഛവുമായ പലതും ആരാധനാ മണ്ഡലത്തിൽ പോലും കടന്നുകൂടിക്കഴിഞ്ഞിരുന്നു. യൂദായുടെ ഘോരപാപങ്ങൾക്കുള്ള ശിക്ഷയുടെ നാന്ദിയായി ഷിത്യരുടെ ആക്രമണത്തെ പ്രവാചകൻ കണ്ടു. ഞാൻ ഭൂമുഖത്ത് നിന്ന് എല്ലാറ്റിനെയും തുടച്ചുമാറ്റും, 1, 2 എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ യൂദായുടെയും ജെറുസലേമിൻ്റെയും അവിശ്വസ്തതയ്ക്കും അകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷയുടെ സമയം, കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു എന്ന് ആദ്യം മുന്നറിയിപ്പ് നൽകുന്നു. 1 മുതൽ 2, 3. കർത്താവിൻ്റെ ദിനത്തിൽ ജെറുസലേമിനോടൊപ്പം ചുറ്റുമുള്ള ജനതകളും ശിക്ഷയേൽക്കും. 2, 4 മുതൽ 3, 8. ജെറുസലേമിലെ പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ എന്നിവരെ പ്രവാചകൻ നിശിതമായി വിമർശിക്കുന്നു. ശിക്ഷയുടെ മുന്നറിയിപ്പോടൊപ്പം രക്ഷയുടെ വാഗ്ദാനവുമുണ്ട്. കർത്താവ് ശിക്ഷിക്കുന്നത് രക്ഷിക്കാനാണ്. 3, 9 മുതൽ 20. സെഫാനിയായുടെ ആശയങ്ങളും ശൈലിയും തൊട്ടു പിന്നാലെ വന്ന ജെറമിയായെ സ്വാധീനിച്ചിട്ടുണ്ടാകണം.